കൊയിലൂർ തൊടുവച്ചിന്റെ വിട ശാക്തേയ ദേവി ക്ഷേത്ര വാർഷികാഘോഷം ഡിസംബർ 31 മുതൽ ഫെബ്രുവരി 2 വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി മാസം 31-ാം തീയതി വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ്. അന്ന് വൈകുന്നേരം 4:30 ഈ ഒരു ക്ഷേത്രത്തിന്റെ അനുബന്ധ ക്ഷേത്രമായിട്ടുള്ള വടക്കേ കൊയിലൂരിലെ കൊറ്റുമ്മൽ മുഴുവൻ കുട്ടിച്ചാത്തൻ ദേവസ്ഥാനിൽ നിന്നും ഗംഭീരമായിട്ടുള്ള ഘോഷയാത്ര ആരംഭിക്കും. ആ ഘോഷയാത്രയിൽ മറ്റ് ഘോഷയാത്രകളിൽ നിന്ന് വ്യത്യസ്തമായി തെയ്യം കലാരൂപം അടക്കമുള്ള വ്യത്യസ്തമായ വേഷങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അത് വടക്കേ കൊയിലൂർ, അരയാക്കൂൽ, തൂക്കുന്ന് തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെ സായം സന്ധ്യയിൽ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നതാണ് ഘോഷയാത്ര. തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി മാസം 1-ാം തീയതി വൈകുന്നേരം കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുര സ്വാമികൾ പങ്കെടുക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന ആധ്യാത്മിക സമ്മേളനമുണ്ട്. 31-ന് വൈകുന്നേരം വടക്കേ കൊയിലൂർ കോറ്റുമ്മൽ ഗുളികൻ കുട്ടിച്ചാത്തൻ ദേവസ്ഥാനത്തു നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര അരയാക്കൂൽ, വടക്കേ കൊയിലൂർ, തൂവക്കുന്ന് വഴി ക്ഷേത്രത്തിൽ പ്രവേശിക്കും. 1-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ആധ്യാത്മിക സമ്മേളനം ചിദാനന്ദപുരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. രാത്രി 8:30-ന് നൃത്ത സന്ധ്യ അരങ്ങേറും. ഫെബ്രുവരി 2-ന് നടക്കുന്ന കുടുംബ സംഗമം മുൻമന്ത്രി KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകരായ VP അനന്തൻ മാസ്റ്റർ, സജീവൻ യദുകുലം, ചാലിൽ രാഘവൻ, VP രാജീവൻ, മനോജ് പൊയിലൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊയിലൂരിലെ പ്രസിദ്ധമായ തറവാടായ വട്ടപ്പൊയിലൂർ തറവാടിലെ കുടുംബക്ഷേത്രം, അതാണ് തൊടുവച്ചിൻ്റെ ശാക്തേയ ദേവി ക്ഷേത്രം. വട്ടപ്പൊയിലൂർ തറവാടിലെ ഏറ്റവും മുതിർന്ന കാരണവരായ കാര്യാലമ്പൻ അമ്പുവിൻ്റെയും ഇട്ടോടി ചിരിതയുടെയും സന്താന പരമ്പരകളാണ്. ഞങ്ങളുടെ പൂർവികർ വളരെ ബഹുമാനത്തോടെ ആരാധിച്ചു കൊണ്ടിരുന്ന ശാക്തേയ ദേവി ക്ഷേത്രയിൽ ദേവിയെ കുടിയിരുത്തിയ ക്ഷേത്രമാണ് തൊടുവച്ചിയുടെ ശാക്തേയ ദേവി ക്ഷേത്രം. ഒരു കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ ആരാധിച്ചു വന്നു എങ്കിലും പിന്നീട് പൂർവികർ പിന്നീട് അതിൻ്റെ പിന്തുടർച്ചാവകാശികൾ ആരും അതിൽ വലിയ താല്പര്യം കാണിക്കാതെ കൊണ്ട് ആ ക്ഷേത്രം ഏകദേശം നാശകരമാണ്. ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം ഇതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും അങ്ങനെ ഈ ക്ഷേത്ര പുനരുദ്ധാരണമാണ് ഇതിന് വഴി, ഏക വഴി എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്രം ഏകദേശം 13 കൊല്ലങ്ങൾക്ക് മുമ്പ് പുനരുദ്ധാരണം നടത്തി ഇന്നത്തെ നിലയിലാക്കി. സമഗ്ര ന്യൂസ്, പാനൂർ.